ശബരിമലയിലെ വിശുദ്ധമായ നെയ്യഭിഷേകത്തിലും കോടികളുടെ ചോർച്ച. ഭക്തരുടെ പണവും അയ്യപ്പന്റെ പേരും വെച്ച് ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരുന്ന് ഭരണാധികാരികൾ നടത്തിയ വൻ കൊള്ളയുടെ കൂടുതൽ വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. അയ്യപ്പ ഭക്തരുടെ വികാരത്തെ തച്ചുടച്ച് സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാൻ അഴിമതിക്ക് വഴിയിട്ട ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തും കൂട്ടാളികളും ഇപ്പോൾ പ്രതിക്കൂട്ടിലാണ്. കുറഞ്ഞ വിലയ്ക്ക് ഗുണനിലവാരമുള്ള നെയ്യ് നൽകാൻ തമിഴ്നാട് കമ്പനി തയ്യാറായിട്ടും ടെൻഡർ പോലും നൽകാത്ത മിൽമയ്ക്ക് ഉയർന്ന വിലയ്ക്ക് കരാർ മറിച്ചു നൽകി 2.28 കോടി രൂപയുടെ നഷ്ടമാണ് ഇവർ വരുത്തിവെച്ചത്. ശാസ്ത്രീയമായ യാതൊരു അടിത്തറയുമില്ലാത്ത പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് ഭക്തരെയും വ്യവസ്ഥിതിയെയും പറ്റിച്ച ഈ നെയ്യ് അഴിമതി കേസിൽ വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്തതോടെ ദേവസ്വം ബോർഡിലെ അഴിമതിക്കാരുടെ ഭരണം പൂർണ്ണമായും തോലുരിഞ്ഞ് കാട്ടപ്പെട്ടു. ശബരിമലയിലേക്ക് നെയ്യ് വാങ്ങിയതിൽ PS പ്രശാന്തും അജികുമാറും ബോധപൂർവം അഴിമതി നടത്തിയെന്നാണ് FIR-ലുള്ളത്. എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവും ക്രമക്കേടിന് കൂട്ടുനിന്നു. ടെൻഡറിൽ പങ്കെടുത്ത 3 കമ്പനികളെ ഒഴിവാക്കിയതിൽ ദുരൂഹതയുണ്ടെന്നും FIR-ൽ പറയുന്നുണ്ട്. കേസിൽ വിജിലൻസ് അന്വേഷണം തുടരുകയാണ്. കേസിലെ 1, 2, 3 പ്രതികളാണ് PS പ്രശാന്തും അജികുമാറും മുരാരി ബാബുവും. ഇവർ ഗുരുതരമായി ക്രമക്കേട് കാണിച്ചുവെന്ന് FIR-ൽ പറയുന്നു. വിശ്വാസവഞ്ചന, അഴിമതി, നിരോധന നിയമത്തിലെ 3 കുറ്റങ്ങൾ എന്നിവയാണ് കേസിൽ ഇവർക്കെതിരെ ചുമത്തിയത്. ശബരിമലയിലേക്ക് നെയ്യ് വാങ്ങിക്കാൻ 3 കമ്പനികളാണ് ടെൻഡർ നൽകിയത്. എന്നാൽ കാരണമില്ലാതെ ഈ കമ്പനികളെ ഒഴിവാക്കി. മിൽമയെ തെരഞ്ഞെടുക്കാൻ ശുപാർശ ചെയ്തുകൊണ്ട് മുരാരി ബാബു കത്ത് നൽകുകയും ചെയ്തു. യാതൊരു കാരണവും ചൂണ്ടിക്കാട്ടാതെയാണ് ടെൻഡർ റദ്ദാക്കുന്നു എന്ന് പ്രശാന്ത് സ്വന്തം കൈപ്പടിയിൽ രേഖപ്പെടുത്തിയത്. ഒപ്പം മിൽമയിൽ നിന്ന് നെയ്യ് വാങ്ങാൻ അനുമതി നൽകുകയും അളവ് തീരുമാനിക്കാൻ എക്സിക്യൂട്ടീവ് ഓഫീസറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഈ കുറിപ്പിന് കീഴിൽ പ്രശാന്തും ബോർഡ് അംഗം അജികുമാറും ഒപ്പിട്ടിട്ടുണ്ട്. 2024 ഡിസംബർ 30-നാണ് മുരാരി ബാബു മിൽമയിൽ നിന്ന് നെയ്യ് വാങ്ങണമെന്ന് ശുപാർശ ചെയ്ത് ബോർഡിന് കത്തു നൽകിയത്. സാധാരണ ഒരു മണ്ഡലകാലത്ത് അടുത്ത സീസണിലേക്കുള്ള ടെൻഡറോ വിതരണ കരാറുകളോ തുടങ്ങാറില്ല. മകരവിളക്കിന് ശേഷമുള്ള മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണിത് ആരംഭിക്കാറ്. ലിറ്ററിന് 400 രൂപയിൽ താഴെ നിരക്ക് ക്വാട്ട് ചെയ്ത 2 സ്ഥാപനങ്ങളുടെ സാമ്പിളുകൾ ഭക്ഷ്യസുരക്ഷാ പരിശോധനയിൽ വിജയിച്ചിട്ടും വ്യക്തമായി കാരണം രേഖപ്പെടുത്താതെ ടെൻഡർ റദ്ദാക്കി പിന്നീട് ലിറ്ററിന് 510 രൂപ നിരക്കിൽ മിൽമയ്ക്ക് കരാർ നൽകുകയാണ് ഉണ്ടായത്. തമിഴ്നാട്ടിൽ നിന്നുള്ള കുങ്കുമരാജ് ഡയറീസ് എന്ന കമ്പനിയാണ് ഏറ്റവും കുറഞ്ഞ കൊട്ടേഷൻ നൽകിയത്. എന്നാൽ ഇതിനെ ഒഴിവാക്കിയാണ് ടെൻഡർ അപേക്ഷ പോലും നൽകാത്ത മിൽമയെ തെരഞ്ഞെടുത്തത്. 2.28 കോടി രൂപയുടെ നഷ്ടമാണ് കുങ്കുമരാജ് ഡയറീസിനെ ഒഴിവാക്കി കൂടിയ വിലയിൽ നെയ്യ് കൊടുത്ത മിൽമയെ തെരഞ്ഞെടുത്തതിലൂടെ ദേവസ്വം ബോർഡിനുണ്ടായത്. മിൽമയാണെങ്കിൽ കുറച്ച് നെയ്യ് ഉപയോഗിച്ച് കൂടുതൽ അരവണ നിർമ്മിക്കാമെന്നായിരുന്നു മുരാരി ബാബു ഇതിനായി പറഞ്ഞ കാരണം. അതിനാൽ ഇതിൽ ശാസ്ത്രീയതയൊന്നുമില്ലെന്ന് ദേവസ്വം ബോർഡ് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ടെൻഡറിൽ നിന്ന് പുറത്തായ കമ്പനികൾ പരാതികളായി രംഗത്ത് എത്താതിരിക്കുന്നതിലും ദുരൂഹതയാണുള്ളത്. ഇവർക്ക് പണം നൽകിയാണോ കരാറിൽ നിന്ന് പുറത്താക്കിയതെന്നും പരിശോധിക്കുന്നുണ്ട്. ക്രമക്കേടിന് പിന്നിലെ ഗൂഢാലോചന വ്യക്തമാക്കാനായി കൂടുതൽ അന്വേഷണത്തിലാണ് ദേവസ്വം വിജിലൻസ്.